കൈവശമുണ്ടായിരുന്ന 300 കോടിയുടെ രത്നങ്ങളുമായി ഒരു രാജകുടുംബാംഗം കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിക്കുന്നു. കുടുംബസ്വത്തായി കിട്ടിയ ആ അമൂല്യ രത്നങ്ങൾക്ക് വിലപേശുന്നു. ഒടുവിൽ ആ രത്നങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കത്തിൽ അയാൾക്ക് തന്റെ സ്വന്തം ജീവിതം നഷ്ടമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തെ ഞെട്ടിച്ച ഹരിഹരവർമ്മയുടെ കേസിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാകുക. എന്നാൽ ഭൂതകാലമില്ലാത്ത ഒരു മനുഷ്യന്റെ നീതിക്കായി പോലീസ് അന്വേഷണം നടത്തുന്നു. പക്ഷേ അയാൾ ആരാണെന്നും എവിടുന്ന് വന്നുവെന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. സിനിമാ കഥകളെ വെല്ലുന്ന ഹരിഹരവർമ്മ എന്ന അജ്ഞാതന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പോലീസിനെ വട്ടം കറക്കിയ ആ കേസിന്റെ കഥ. കേരളം ഞെട്ടിയ തട്ടിപ്പും കൊലപാതക കേസുമായിരുന്നു ഹരിഹരവർമ്മ കേസ്. അമൂല്യ രത്നങ്ങൾ കൈവശമുണ്ടെന്ന് പറഞ്ഞ് പലരെയും പറ്റിച്ച ഹരിഹരവർമ്മയെ മറ്റൊരു തട്ടിപ്പ് സംഘം കൊലപ്പെടുത്തിയതാണ് കേസ്. കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിച്ചെങ്കിലും കൊല്ലപ്പെട്ടത് ഹരിഹരവർമ്മയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നതിലെ ദുരൂഹത ഇന്നും മാറിയിട്ടില്ല. സിനിമാ കഥകളെക്കാളും കുറ്റാന്വേഷണ നോവലുകളെക്കാളും കൗതുകകരമാണ് ഹരിഹരവർമ്മയുടെ ജീവിതം. വട്ടിയൂർക്കാവിന് സമീപം സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു ഡിസംബർ മാസം രാവിലെയാണ് ഹരിഹരവർമ്മ കൊല്ലപ്പെടുന്നത്. രത്നവ്യാപാരിയാണെന്നും രാജകുടുംബാംഗമാണെന്നും വിശ്വസിപ്പിച്ച് ഇയാൾ കാണിച്ച രത്നങ്ങൾ വാങ്ങാനെത്തിയവരാണ് ഇയാളെ കൊലപ്പെടുത്തുന്നത്. സംഭവത്തിലേക്ക് 2012 ഡിസംബർ 24-ന് വട്ടിയൂർക്കാവ് പുതൂർക്കോണം ക്ഷേത്ര ലൈനിലുള്ള ഹരിദാസ് എന്നയാളുടെ വീട്ടിലാണ് കൊലപാതകം നടക്കുന്നത്. കൊല്ലപ്പെട്ടത് പൂഞ്ഞാർ രാജകുടുംബാംഗമായ ഹരിഹരവർമ്മ എന്നായിരുന്നു പോലീസിന്റെ അറിവ്. വർമ്മയുടെ കൈവശമുള്ള രത്നങ്ങൾ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. കൊലയാളികളെ കുറിച്ച് മാത്രമല്ല, കൊല്ലപ്പെട്ടയാളെക്കുറിച്ചും രത്നങ്ങളെക്കുറിച്ചും തൊട്ടടുത്ത ദിവസം തന്നെ വലിയ ചർച്ചയായി. ഇംഗ്ലണ്ടിൽ നിന്നും ഡോക്ടറേറ്റുള്ള ഹരിഹരവർമ്മയുടെ കൈവശം 300 കോടിയുടെ അമൂല്യ രത്നശേഖരമുണ്ടെന്നാണ് പലരോടും പറഞ്ഞത്. സ്ഥായിയായി ബന്ധങ്ങൾ സൂക്ഷിക്കാതിരുന്ന ഹരിഹരവർമ്മയ്ക്ക് പക്ഷേ ആരും അറിയാത്ത മറ്റൊരു ലോകമുണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് കയ്യിലുണ്ടായിരുന്ന കല്ലുകൾ പലരെയും കാണിച്ചിരുന്നത്. ഓരോ തവണ രത്നങ്ങൾ കാണിക്കുന്നതിനും അയാൾ പണം വാങ്ങുമായിരുന്നു. രത്നങ്ങൾ വാങ്ങാൻ എത്തിയവരും അദ്ദേഹവും തമ്മിൽ വിലയെ ചൊല്ലി വലിയ തർക്കമുണ്ടായി. തുടർന്ന് ക്ലോറോഫോം മണപ്പിച്ച ശേഷം കൊന്നുകളഞ്ഞെന്നും ക്ലോറോഫോം അധികമായതിനാലാണ് വർമ്മ മരിച്ചതെന്നുമായിരുന്നു പോലീസിന്റെ ഭാഷ്യം. ഹരിഹരവർമ്മ കൊലക്കേസിൽ 5 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പക്ഷേ ഹരിഹരവർമ്മയാരെന്നോ ഭൂതകാലം എന്തെന്നോ കണ്ടെത്താനാവാതെ പോലീസ് അന്വേഷണം പൂട്ടിക്കെട്ടുകയും ചെയ്തു. 65 മുത്ത്, 16 പവിഴം, 73 മരതകം, 22 വൈഡൂര്യം, 4 മാണിക്യം, 5 ഇന്ദ്രനീലം, 29 പുഷ്യരാഗം. ഇതിനു പുറമെ കാറ്റ് സ്റ്റോൺ, എമറാൾഡ് തുടങ്ങിയ രത്നങ്ങളാണ് വർമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നത്. ആദ്യം രത്നങ്ങൾ വ്യാജമാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. ഹരിഹരവർമ്മ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ ഇയാൾ മാവേലിക്കര രാജകുടുംബാംഗമായിരുന്നു എന്നായിരുന്നു ആദ്യം പ്രചരിക്കപ്പെട്ടത്. മാവേലിക്കര രാജകുടുംബം ഇയാൾ ബന്ധുവല്ലെന്ന് സ്ഥിരീകരിച്ചതോടെ പൂഞ്ഞാർ രാജകുടുംബാംഗം എന്നായി പ്രചരണം. അതും ശരിയല്ലെന്ന് കണ്ടെത്തിയതോടെ എല്ലാവരും കുഴങ്ങി. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പാണെങ്കിലോ എന്ന സംശയം ഉയർന്നതോടെ മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി. ഹരിഹരവർമ്മയുടെ മരണം മുതൽ ആരംഭിച്ചതാണ് ആരാണ് ഹരിഹരവർമ്മ എന്ന അന്വേഷണം. വർമ്മയുടെ ജന്മദേശം ഏതാണ്, അയാളുടെ മാതാപിതാക്കൾ ആരാണ്, ഉറ്റവർ ആരൊക്കെയെന്നത്. പക്ഷേ ഹരിഹരവർമ്മയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഹരിഹരവർമ്മയുടെ 2 ഭാര്യമാർക്ക് പോലും ഇയാൾ ശരിക്കും ആരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇയാളുമായി ബന്ധപ്പെട്ട എല്ലാ തിരിച്ചറിയൽ രേഖകളും വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കോയമ്പത്തൂർ റെസ്കോഴ്സ് ക്ലബിനടുത്ത വ്യാജവിലാസത്തിലാണ് വർമ്മ പാസ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഹരിഹരവർമ്മയുടെ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ട് പോലും അയാളെ അന്വേഷിച്ച് ആരും തന്നെ എത്തിയില്ല. ഇനി കേസിലേക്ക് വരാം. അങ്ങനെ കല്ലു കാണാൻ വന്ന കണ്ണൂർ സ്വദേശി ജിതേഷാണ് എന്തു വില കൊടുത്തും കല്ലുകൾ തട്ടിയെടുക്കാൻ തീരുമാനിച്ചത്. ഇതിനായി മറ്റു 4 യുവാക്കളുമായി പദ്ധതി തയ്യാറാക്കി. കല്ല് തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചന ഹരിഹരവർമ്മയുടെ സുഹൃത്ത് ഹരിദാസിനും അറിയാമെന്നായിരുന്നു പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. കർണാടകയിലെ മന്ത്രിയുടെ മകൻ എന്ന വ്യാജേനെ കന്നഡ അറിയാവുന്ന ജോസഫ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ഹരിദാസിന്റെ വീട്ടിലെത്തിച്ചു. കല്ലുകൾ കാണിക്കുന്നതിനിടെ വർമ്മയെ കൊലപ്പെടുത്തി പ്രതികൾ കല്ലുകളുമായി രക്ഷപ്പെടുകയായിരുന്നു. 6 പ്രതികളിൽ ഹരിദാസിനെയും ജോസഫിനെയും കോടതി വെറുതെ വിട്ടു. ജിതേഷ്, രഗിൽ, അജീഷ്, രാകേഷ് എന്നീ പ്രതികൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, ഹരിഹരവർമ്മ ആരാണ്, കൊല്ലപ്പെട്ട വ്യക്തി ആരാണ്? പോലീസിനെ കുഴക്കിയ ആ ചോദ്യം ഇന്നും അവസാനിച്ചിട്ടില്ല. കൊലപാതകം നടന്ന് വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ കേസിൽ ഇരയുടെയും കുറ്റവാളിയുടെയും മുഖം വ്യക്തമായിട്ടില്ല. ഈ കേസിനെ സംബന്ധിച്ച് ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹരിഹരവർമ്മ എന്ന വ്യക്തി കുടുംബാംഗമല്ലെന്നും രത്നങ്ങൾ കുടുംബസ്വത്തല്ലെന്നും എല്ലാ രാജകുടുംബാംഗങ്ങളും തള്ളിയതോടെ കൊല്ലപ്പെട്ടത് ആരാണെന്ന ചോദ്യം ബാക്കിയായി. വർമ്മയെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയപ്പോൾ ദുരൂഹതയേറിയ ഹരിഹരവർമ്മ എന്ന പേരിനായി ഉണ്ടാക്കിയ സ്കൂൾ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും തെളിഞ്ഞു. പലയിടത്തും പല പേരുകളിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യൻ, പേര് പോലും വ്യാജം. ശരിക്കും ആരാണ് ഇയാൾ? രത്നത്തിനായി സ്വന്തം ജീവൻ അപകടത്തിലാക്കിയ ആ മനുഷ്യൻ ആരാണ്? ഇപ്പോഴും അത് വ്യക്തമല്ല. ആരും വർമ്മയെ തേടി വന്നതുമില്ല.
കൈവശമുണ്ടായിരുന്ന കല്ലുകൾ അമൂല്യമല്ലെന്നും പരിശോധനയിൽ പിന്നീട് തെളിഞ്ഞു. ഭാഗ്യരത്നം അമൂല്യമായ കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ആരെയും എളുപ്പം വീഴ്ത്തി കാശടിക്കുമെന്നതിന് മറ്റൊരു ഉദാഹരണമാണ് വർമ്മ കേസും. കല്ല് മുഴുവൻ കിട്ടാൻ വിൽപ്പനയ്ക്ക് വെച്ചയാളെ കൊലപ്പെടുത്തി എന്നതാണ് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത. കൊല്ലപ്പെട്ടയാളെക്കുറിച്ചുള്ള ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ ഹരിഹര വർമ്മ കേസിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നതേയില്ല. ഇന്നും ആ ചോദ്യങ്ങൾ തുടരുകയാണ്. ഉത്തരം ലഭിക്കുന്നതുവരെ നമുക്ക് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.